നന്ദനത്തിലെ ബാലാമണിയിൽ തുടങ്ങിയതാണ് നവ്യ നായർ എന്ന നടിയുടെ യാത്ര. അന്നു മുതൽ ഇന്നുവരെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നായികയായി നവ്യയ്ക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മുതുകുളം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നുമെത്തി മലയാള സിനിമയിലെ യുവനായികമാരിൽ ഒരാളായി തിളങ്ങി നിൽക്കവെയായിരുന്നു നവ്യയുടെ വിവാഹം കഴിഞ്ഞത്. തുടർന്ന് ഏതൊരു നടിയെയും പോലെ തന്നെ വിവാഹശേഷം അഭിനയം ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് ചേക്കേറിയ നവ്യ വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത്. മകൻ സായി ജനിച്ച് അറിവായി തുടങ്ങിയപ്പോൾ നൃത്തത്തിലൂടെയായിരുന്നു നടിയുടെ തിരിച്ചുവരവ്. മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് നടിയെ സ്വീകരിച്ചതും. എന്നാൽ അപ്പോഴെല്ലാം ഭർത്താവുമായി പിണങ്ങിയോ വഴക്കിട്ടോ തുടങ്ങിയ ചോദ്യങ്ങളും നടിയെ തേടിയെത്തിയിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം വിശേഷ ദിവസങ്ങളിലും മകൻ്റെ പിറന്നാളിനുമെല്ലാം തനിക്കരികിലേക്ക് ഓടിയെത്തുന്ന സന്തോഷിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചായിരുന്നു നവ്യ മറുപടി നൽകിയത്. മുംബൈയിൽ ബിസിനസ്സുകാരനാണ് സന്തോഷ്. ഭർത്താവ് അതിൻ്റെ തിരക്കുകളിൽ പെടുമ്പോൾ ഒരു വീട്ടമ്മയായി ജീവിക്കുക എന്നത് തന്നെ സംബന്ധിച്ച് അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴായിരുന്നു നവ്യയുടെ നൃത്തത്തിലൂടെയുള്ള തിരിച്ചുവരവ്. തുടർന്ന് സ്വന്തം സമ്പാദ്യം കൊണ്ട് കൊച്ചിയിൽ സ്വന്തമായി ഒരു വീട് വാങ്ങുകയും അതിനു മുകളിൽ നൃത്ത സ്കൂളും ആരംഭിച്ച് കലാരംഗത്ത് സജീവമാവുകയായിരുന്നു നവ്യ. ഡാൻസ് സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിനും മകൻ്റെ പിറന്നാളിനുമെല്ലാം സന്തോഷ് വരികയും ഒപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് സന്തോഷ് ഓണത്തിന് നാട്ടിലെത്തിയത്. സാധാരണ വിശേഷ ദിവസങ്ങളിൽ മകനെയും കൂട്ടി ചങ്ങനാശ്ശേരിയിലെ ഭർത്തൃവീട്ടിലേക്കെത്തുന്ന നവ്യ ഇക്കുറി അത് ചെയ്തിരുന്നില്ല. പകരം തൻ്റെ സ്വന്തം നാടായ നന്ദനത്തിലേക്കും അവിടെ അച്ഛനും അമ്മയ്ക്കും പ്രിയപ്പെട്ടവർക്കുമൊപ്പം ആഘോഷമാക്കുകയുമായിരുന്നു നവ്യ ചെയ്തത്. അതേപോലെ ചങ്ങനാശ്ശേരിയിലെ വീട്ടിലായിരുന്നു ഭർത്താവ് സന്തോഷിൻ്റെയും ഓണം. 2 നാൾ മുന്നേ നാട്ടിലെത്തിയ സന്തോഷ് അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പമാണ് ഓണം ആഘോഷിച്ചത്. ലോകത്തെവിടെ പോയാലും എത്ര വില കൂടിയ ഫ്ലാറ്റിലോ ബംഗ്ലാവിലോ കിടന്നാലും അതിനേക്കാളേറെ മനോഹരമാണ് സ്വന്തം വീട് എന്ന് പറഞ്ഞ് സന്തോഷ് സ്വന്തം വീടിൻ്റെ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു. അമ്മയും സഹോദരിയും മാത്രമല്ല നിരവധി ബന്ധുക്കളും സന്തോഷിനൊപ്പം ഓണം ആഘോഷിക്കാൻ എത്തിയിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ പ്രിയപ്പെട്ടവർ പങ്കുവച്ചപ്പോൾ ഷെയർ ചെയ്യാനും സന്തോഷ് മറന്നിരുന്നില്ല. സാധാരണ സന്തോഷ് നാട്ടിലെത്തിയാൽ ഭാര്യയ്ക്കും മകനും ഒപ്പമുള്ള ഒരു ചിത്രമെങ്കിലും പങ്കുവെക്കും. നവ്യയും അങ്ങനെ തന്നെ. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. നവ്യയുടെ വീടായ മുതുകുളത്തു നിന്നും സന്തോഷിൻ്റെ വീടായ ചങ്ങനാശ്ശേരിയിലേക്ക് 1.5 മണിക്കൂറിലധികം ദൂരം യാത്ര ചെയ്യാനില്ല. എന്നിട്ടും ഇരുവരും തമ്മിലുള്ള ഒരു ഓണച്ചിത്രം പോലും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്നതാണ് ആരാധകരുടെ സംശയത്തിന് ഇപ്പോൾ ബലം കൂട്ടിയിരിക്കുന്നത്. ചില യൂട്യൂബ് ചാനലുകളിൽ നവ്യയുടെ പ്രതികരണം എന്ന തരത്തിലും വാർത്തകളെത്തി. എന്നാൽ അതിൽ യാതൊരു വാസ്തവവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.